ഇനി അടുത്തതായി വരുന്നത് നമ്മുടെ ഷോപ്പിന്റെ റിപ്പോർട്ട് എടുക്കുക എന്നതാണ്. അതിനായി മോർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മുടെ ഷോപ്പിലെ ഒരു ദിവസത്തെ റിപ്പോർട്ട്, അതുപോലെ സെയിൽസ് റിപ്പോർട്ട് മാത്രമാണെങ്കിൽ അങ്ങനെ, പർച്ചേസ് റിപ്പോർട്ട് ആണെങ്കിൽ അങ്ങനെ എടുക്കാം, പാർട്ടി ബേസ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം. പാർട്ടി സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് പാർട്ടിയുടെ പേര് നമുക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിൽ ഏതെങ്കിലും ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുണ്ടോ തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അതിലൂടെ അറിയാൻ കഴിയും. അതുപോലെ GST റിപ്പോർട്ട്, സ്റ്റോക്കിന്റെ റിപ്പോർട്ട്, സ്റ്റോക്ക് ഇപ്പോൾ ഏതൊക്കെ സ്റ്റോക്കാണ് കുറവായിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റോക്കാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് തുടങ്ങിയ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഫിൽറ്റർ ചെയ്ത് തന്നെ നമുക്ക് ഇവിടുന്ന് ഓരോ ദിവസത്തെ എടുക്കാൻ കഴിയും. കൂടാതെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്, GST റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വ്യാപാര സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. വ്യാപാര സോഫ്റ്റ്വെയറിലെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഓൺലൈൻ പ്രൊമോഷൻ കൊടുക്കുക എന്നത്. അതിനായി നമുക്ക് ഇതിനൊരു പ്രത്യേകമായിട്ടുള്ള ഓപ്ഷൻ തന്നെ ഉണ്ട്. നമുക്ക് ഓൺലൈൻ പ്രൊമോഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. മൈ ഓൺലൈൻ സ്റ്റോർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ഓൺലൈൻ സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പിന്റെ പേരിൽ ഒരു ഓൺലൈൻ സ്റ്റോർ അവിടെ ക്രിയേറ്റ് ആവും. ഇതിലൂടെ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ ഷോപ്പിലുള്ള ഐറ്റംസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ലിങ്ക് വഴി അയച്ചു കൊടുക്കാനും അതുവഴി അവർക്ക് പർച്ചേസ് ചെയ്യാനും നമുക്ക് ഹോം ഡെലിവറി കൊടുക്കാനും ഒക്കെ കഴിയുന്ന ഓപ്ഷൻ ഉണ്ട്. മറ്റൊന്നാണ് പ്രൊമോഷൻ കൊടുക്കുക എന്നത്. ഇതെല്ലാം തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ഇതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഗ്രീറ്റിംഗ് ആൻഡ് ഓഫർ എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നമുക്ക് ഇതിൽ പ്രൊമോഷൻ കൊടുക്കാൻ കഴിയും. ഓരോ തവണയും വരുന്ന സീസൺ അനുസരിച്ച് വരുന്ന ഡിസ്കൗണ്ട് ഓഫറുകൾ, അല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഓഫറുകൾ കസ്റ്റമർ അറിയിക്കണമെങ്കിൽ ഒക്കെ നമുക്ക് ഇതിലൂടെ കൊടുക്കാൻ കഴിയും. ഇത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ കഴിയും. എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ചെയ്തതിന് ശേഷം വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ അതിൻ്റെ ലിങ്കോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് കസ്റ്റമേഴ്സിനെ അറിയിക്കാൻ കഴിയും.